ഹലോ മുട്ടുമണികളെ, അങ്ങനെ ഞാൻ വീണ്ടും വന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ കഥാനായികയുടെ കഥാപ്രസംഗമായിട്ടാണ് ഞാൻ വീണ്ടും വന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഇടയിൽ വളരെ വെപ്രാളം പിടിച്ചിട്ട് വന്നിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് സമയമില്ല, പിന്നെ സമയമില്ല, അത്രയും പറഞ്ഞാൽ മതി. അപ്പൊ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ എന്തിനാണ് ഇവരുടെ പിന്നാലെ പോകുന്നത് എന്ന്. ഇവരുടെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ഒരുപാട് വീഡിയോകളിലൂടെ തന്നിട്ടുണ്ട് എങ്കിലും ഒരു ലഘു വിവരണം തന്നിട്ട്, അതായത് ലഘു വിവരണം തന്നിട്ട് ബാക്കി പറയാം. എന്നിലെ മാതൃത്വത്തെ അപമാനിച്ച, എന്നിലെ സ്ത്രീത്വത്തെ അപമാനിച്ച, ഇവളെ വിമർശിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് എന്നെ മാത്രമല്ല അപമാനിച്ചത്, എന്റെ അമ്മയെ, എന്റെ ഭർത്താവിനെ, എന്റെ സുഹൃത്തുക്കളെ, എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇടുന്ന ഓരോ മനുഷ്യനെയും, ഇതൊക്കെ പോട്ടെ, എന്റെ പൈതലിനെ, എന്റെ പൊന്നു മോനെ, എന്റെ മക്കളെന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള എന്റെ സ്വകാര്യ സ്വത്താണ്. അതിൽ എന്റെ പൊടിമോൻ എന്ന് പറയുന്നത്, എന്റെ പൊടിമോന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എന്റെ ജീവിതത്തിലെ ഏറ്റവും സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു മൊമെന്റിൽ കൂടി ഞാൻ നടന്നു പോകുമ്പോ പല തവണ ഞാൻ ഈ ജീവൻ വേണ്ട, ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് ഞാൻ തീരുമാനിക്കുമ്പോഴൊക്കെയും അവൻ എന്റെ വയറ്റിലായത് കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് പിടിച്ചു കയറി വന്ന ഒരാളാണ് ഞാൻ. അത് മാത്രമല്ല, എന്റെ കൂടെ അവൻ എന്റെ വയറ്റിൽ ഉരുവായ കാലം മുതൽ ഇന്നീ നിമിഷം വരെയും എന്റെ കൂടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കുട്ടി കൂടിയാണ് എന്റെ മോൻ എന്ന് പറയുന്നത്. അപ്പൊ എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മകനെ അവിഹിത സന്തതിയാക്കിയ മഹാമനസ്കയായ മഹാസ്ത്രീ, ഈ സ്ത്രീ എന്റെ അമ്മയെ പറഞ്ഞ ഒരു കാര്യമുണ്ട്: റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് പിഴച്ചു പറ്റതല്ലേടി നിന്റെ അമ്മ എന്ന്. അപ്പൊ ഇതിനൊക്കെ ഉള്ള എന്റെ മറുപടി എന്ന് പറയുന്നത്, ഇവരുടെ കളവുകൾ പൊളിച്ചടുക്കി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഇടുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോ ഒരു വീഡിയോയുമായിട്ട് അവര് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയുന്ന കുറേ കളവുകൾ നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? അതില് ഫസ്റ്റ് അവര് പറയുന്ന ഒരു കാര്യമുണ്ട്. അവര് ഇപ്പൊ കൂടെ താമസിപ്പിക്കുന്ന ഒരു പുള്ളിക്കാരൻ, ആ പുള്ളിക്കാരൻ ലഹരിക്ക് അടിമയാണ് എന്ന്. ഈ പുള്ളിക്കാരൻ എന്നെ തെറി വിളിക്കുന്ന വീഡിയോകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ലൈവുകളായിരുന്നാലും വീഡിയോകളായിരുന്നാലും അതില് ആ ഒരു പുള്ളിക്കാരൻ അബ്നോർമൽ ആണ് എന്നുള്ള കാര്യം ഒരു തർക്കവുമില്ലാതെ നമുക്ക് ഏതൊരു കണ്ണുപൊട്ടനും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അബ്നോർമൽ ആയിട്ട് തന്നെയാണ് ആ പുള്ളിക്കാരൻ അതില് തെറി വിളിക്കുന്നത്. വെറും തെറി മാത്രമല്ല, മുമ്പ് നമ്മുടെ ഷെഫീന താത്ത MVDക്ക് അയച്ചു കൊടുത്ത ഇവരുടെ മക്കളെ കൊണ്ട് ഡ്രൈവ് ചെയ്ത വീഡിയോസിൽ എന്റെ ഒരു സുഹൃത്തിനെ വണ്ടി ഇടിച്ചു കൊല്ലും എന്ന് പറയുന്ന ഒരു വീഡിയോ കൂടി ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കൂടി ഉള്ള ഈ ഒരു പുള്ളിക്കാരൻ, ഇയാളുടെ ഉള്ളില് ഈ ഒരു ക്രിമിനലിസം വരുന്നത് തന്നെ ഇയാള് കള്ളു കുടിക്കുമ്പോഴാണ്. കള്ളല്ല, ഇയാൾ മദ്യപിക്കുമ്പോഴാണ് ഇയാൾക്ക് ആ ഒരു ക്രിമിനൽ മൈൻഡ് വരുന്നത് എന്നുള്ളത്. ഇത് ഇന്ന് അവരുടെ വീഡിയോയിൽ അവര് തന്നെ സമ്മതിക്കുന്നുണ്ട്, അയാള് ലഹരിക്കടിമയാണ് എന്നുള്ള കാര്യം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഇവരധ്വാനിച്ച് ഇവരുണ്ടാക്കിയ ക്യാഷ് അല്ല ഈ പുള്ളിക്കാരന് മദ്യപിക്കാൻ വേണ്ടി ഇവർ കൊടുത്തിട്ടുള്ളത്. അതായത് ഇവരുടെ മക്കൾ യത്തീമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ജീവിതത്തിലെ ഭയങ്കര ദരിദ്രമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇവര് കടന്നു പോകുന്നത് എന്നൊക്കെ കളവുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും പിന്നെ മതപരമായി എന്തോ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട്
ഇവരൊരു 3-4-5 ചാരിറ്റികൾ ചെയ്തിട്ടുണ്ട്. ഈ ചാരിറ്റികളിലൂടെ പിരിഞ്ഞു കിട്ടിയ ക്യാഷ് എന്ന് പറയുന്നത് ഇവരുടെ അക്കൗണ്ടിലേക്കാണ് പോയിട്ടുള്ളത്. അവിടെ ശരിക്കും പിരിഞ്ഞു കിട്ടിയ തുക ആ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെയും കൈകാര്യം ചെയ്തത് ഇവര് തന്നെയാണ്. അപ്പൊ ഈ പൈസകളൊക്കെയുമാണ് ശരിക്കു പറഞ്ഞാൽ കുടിച്ചും പെടുത്തും നടക്കുന്ന ഒരുത്തന് വേണ്ടി ഈ സ്ത്രീ ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ഇങ്ങനെ നടന്ന ഈ ഒരു പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഇവരുടെ വീടിനുള്ളിൽ നിന്നാണ് ആളുകൾ പിടികൂടുന്നത്. ആളുകളും അവിടുത്തെ പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിലെ ആളുകളും ഒക്കെ കൂടി പിടികൂടുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ അവർ പ്രോപ്പറായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്റെ ഉമ്മയുടെ വോയിസിലൂടെയാണ് ഈ ജനങ്ങൾ ഈ ഒരു ബന്ധം അറിഞ്ഞത് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഇവർക്ക് ഈ ഒരു പുള്ളിക്കാരനുമായി നേരത്തെ ബന്ധമുണ്ട്. ഈ ഒരു പുള്ളിക്കാരനുമായിട്ടല്ല ഇവർക്ക് ബന്ധമുള്ളത്. അതൊക്കെ അവരുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് ചർച്ച ചെയ്യാം. ഇപ്പൊ ഈ ഒരു പുള്ളിക്കാരന്റെ കാര്യം നമുക്ക് പറയാം. അതായത് ഈ ഒരു പുള്ളിക്കാരനുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ഈ പുള്ളിക്കാരനെ ഇവരുടെ വീടിനുള്ളിൽ നിന്നാണല്ലോ പിടികൂടുന്നത്. സത്യത്തിൽ ഇവർ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് എന്ന് പറയുന്നത് ഇവരെല്ലാ കാലത്തും ഒരു വിധവയുടെ വേഷം കെട്ടി 3 യത്തീം മക്കളെയും കൊണ്ട് നടക്കുന്ന വിധവയായ സ്ത്രീ എന്നുള്ള ഒരു പരിവേഷത്തിലൂടെ ജനങ്ങളിൽ നിന്നും പണം തട്ടിപ്പ് നടത്തുക എന്നുള്ളതായിരുന്നു ഈ സ്ത്രീയുടെ പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ ഇവരുടെ കൂടെ ജീവിക്കുന്നു എന്ന് പറയുന്ന പുള്ളിക്കാരൻ ജോലിക്കും കൂലിക്കും പോകാൻ മടിയുള്ള ഒരാളാണ് എന്നുള്ളത് മാത്രമല്ല, കുടിച്ചും പെടുത്തും കഞ്ചാവ് ഒലിച്ചും ഇങ്ങനെ ജീവിക്കണം. അതിനുള്ള ക്യാഷ് ഇവന് ഏതെങ്കിലും ഒരു രീതിയിൽ കിട്ടുകയും ചെയ്യണം. ആ ഒരു സമയത്തായിരുന്നു ഈ പുള്ളിക്കാരിയെ ആര് സമീപിക്കുന്നത്? ഈ പുള്ളിക്കാരന്റെ വൈഫ് സമീപിക്കുന്നതും ആ വൈഫിൽ നിന്ന് ഈ പുള്ളിക്കാരന്റെ നമ്പർ ഇവർ കരസ്ഥമാക്കുന്നതും ആ ഒരു നമ്പറിലൂടെ ഇവർ പരിചിതരാകുന്നതും. ഈ ഒരു പുള്ളിക്കാരനെ മാത്രമല്ല കേട്ടോ പരിചയപ്പെടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് അവരുടെ DP-യിൽ നിന്നും ആ പുള്ളിക്കാരന്റെ പിക്ചർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതായത് ഇവർ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുണ്ട്. ഒരു കുഞ്ഞിനെയും കൂടി കൊണ്ടുവരിക. അതായത് ഇവർക്ക് ജനങ്ങളിൽ നിന്നും സഹതാപം കിട്ടുന്നത് മക്കളെ കാണിക്കുമ്പോഴാണ് എന്നുള്ളത് ഇവർ ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് മുമ്പ് ഷാജിദ ഷാജി അവരുടെ മക്കളെയും കൊണ്ടുവന്ന് യത്തീം മക്കളാണ് എന്ന് പറഞ്ഞ ആ സമയം മുതലാണ് ഇവരുടെ മക്കൾ യത്തീമായി മാറുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ മക്കളിൽ ഒരാൾ മാത്രമാണ് യത്തീം എന്ന് പറയുന്നത്. ബാക്കി 2 കുട്ടികളുടെയും പിതാക്കന്മാർ ജീവനോടെ ഉണ്ട്. ഇത് മാത്രമല്ല, ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ആ 2 പിതാക്കന്മാരും ഇവരടുത്ത് സമീപിക്കും, ഇവരുടെ പോലീസ് സ്റ്റേഷനുകളിൽ എത്തും എന്നുള്ളതാണ് നമ്മൾ റഹീം എന്ന് പറയുന്ന ഈ മൂത്ത കുട്ടിയുടെ പിതാവ് രംഗത്ത് വന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുപോലെ ഇവരുടെ ജീവിതകഥ പറഞ്ഞ സമയത്ത് സെക്കൻഡ് ഹസ്ബൻഡും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയും തന്നെ ഇവർ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത്. അയാൾക്ക് കുടിക്കാനും പെടുക്കാനും ഉള്ള പൈസ ഇവൾ ഈ ജനങ്ങളിൽ നിന്നും വാങ്ങിച്ച് അയാൾക്ക് അയച്ചു കൊടുക്കുക. അയാൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവളെ സംതൃപ്തിപ്പെടുത്തി പോവുക. ഇവൾക്ക് ആകെ വേണ്ടുന്നത് എന്ന് പറയുന്നത് സെക്സ് മാത്രമാണ്. ആ സെക്സ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് അയാൾ കൊടുത്തിട്ട് പോകും. അയാളെ വേണ്ട, അയാളെ കല്യാണം കഴിക്കാനൊന്നും ഇവൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം എനിക്കും വേറെ കുറച്ച് ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതെനിക്ക് പബ്ലിക്കിൽ പറയാൻ തെളിവുകളോടെ എനിക്ക് പറയാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ അത് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോ അവരുദ്ദേശിച്ചതുപോലെ അവർക്ക് ഇരക്കാൻ തെണ്ടാൻ ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കൊച്ചിനെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഈ കുട്ടിയെ നോക്കുന്നത്, ഈ കുട്ടി എന്റെ വയറ്റിലായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക. 3 കുട്ടികൾക്ക് ഉപ്പയെ വേണം, ഉപ്പയുണ്ടാകണം, എന്റെ മക്കൾക്ക് ഒരു ഉപ്പയെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് ഒരു വിവാഹം, അതും വിവാഹമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ഒരാളിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ 3 കുട്ടികൾക്ക് ഉപ്പയ്ക്ക് വേണ്ടി സ്നേഹിച്ച ഇവർ 4ാമത് വീണ്ടും ഒരു കുഞ്ഞിനെ കൂടി സൃഷ്ടിച്ചെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 4ാമതൊരു കുഞ്ഞിനെയും കൂടി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്.
ഈ കുഞ്ഞിനെയും പോറ്റാൻ ഇവർക്ക് സാധിക്കുമോ? ഈ 3 കുട്ടികളെ പോറ്റാൻ കഴിയില്ല എന്ന് പറയുന്ന ഇവര് നാലാമതൊരു കുട്ടിയെയും കൂടി കൊണ്ടുവന്നിട്ട് ഉറപ്പായും ജനങ്ങളുടെ മുന്നിൽ ഈ കുഞ്ഞുങ്ങളെ കാണിച്ചുകൊണ്ട് സഹതാപത്തിന്റെ തരംഗം ഇടും. അതായത് ഈ പണ്ട് കാലങ്ങളില് നമ്മുടെയൊക്കെ നാട്ടില് ഈ അന്യ സംസ്ഥാനത്തിലെ ആളുകൾ ഭിക്ഷയ്ക്ക് വരും. ഈ ഭിക്ഷയ്ക്ക് വരുമ്പോൾ ഇവരുടെ കൂടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരും. ഇവർക്കുണ്ടാകുന്ന കുട്ടികളൊന്നുമല്ല, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവരുന്ന കുട്ടികളുടെ ഈ പുകയില വെള്ളം എങ്ങാണ്ട് കൊടുത്തിട്ട് ഈ കുട്ടികളെ മയക്കി കിടത്തിയിട്ട് ഈ കുട്ടികളെ കാണിച്ച്, അതായത് കുട്ടികളെ കാണുമ്പോൾ ജനങ്ങള് പൈസ കൊടുക്കും. കുഞ്ഞുങ്ങൾ ഈ വെയിലത്ത് ഇങ്ങനെ ഇവരുടെ കൂടെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോഴത്തേക്കും മനുഷ്യത്വമുള്ള മനുഷ്യരെന്ത് ചെയ്യും? പൈസ കൊടുക്കും. ഇതാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. അതായത് കുഞ്ഞുങ്ങളെ കാണിച്ച് സഹതാപ തരംഗത്തിലൂടെ ക്യാഷ് തട്ടാൻ നോക്കുന്നവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഈ യൂട്യൂബ് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് മീഡിയ കൈകാര്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. യൂട്യൂബിൽ നല്ല നല്ല വീഡിയോകൾ ഇട്ട് കഴിഞ്ഞ് നല്ല സാലറി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ളതാണ്. ഒരു മാസത്തിൽ കുറഞ്ഞത് 15,000 രൂപ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. യൂട്യൂബ് വരുമാനം നമുക്ക് കിട്ടിത്തുടങ്ങിയാൽ. ഈ കിട്ടാനുള്ള ഒരു പാട് മാത്രമാണുള്ളത്. ഇതിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ക്യാഷ് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും സാലറി കിട്ടുന്ന ഒരു മീഡിയയാണ് യൂട്യൂബ് മീഡിയ എന്ന് പറയുന്നത്. പിന്നെയും നിങ്ങൾക്ക് അവകാശപ്പെട്ട, നിങ്ങളുടെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ട ഈ പണം ഇതുപോലുള്ള സ്ത്രീകൾക്ക് നിങ്ങൾ വെറുതെ കൊടുക്കുമ്പോഴാണ് ഇവർക്ക് എല്ലിന്റെ ഇടയിൽ കയറുന്നത്. ഈ എല്ലിന്റെ ഇടയിൽ കയറുമ്പോൾ ഈ കൊഴുപ്പ് എങ്ങനെയെങ്കിലും കളയാൻ വേണ്ടിയിട്ട് ഇവര് തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നത് കുടുംബമായി ജീവിക്കുന്ന പുരുഷന്മാരെയാണ്. ഈ പുരുഷന്മാരെ ഇവർ തിന്നോ, കുടിച്ചോ, ചോറ് കഴിച്ചോ, ചായ കുടിച്ചോ, തുമ്മിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ പിന്നാലെ പോവുകയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഇവരെ വശീകരിക്കുകയും അവരുടെ കുടുംബ ജീവിതത്തിന് തന്നെ താറുമാറാക്കി കളയുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നത് നിങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വ്യക്തി വെറുതെ ഇരുന്ന് തിന്നുമ്പോൾ എല്ലിന്റെ ഇടയിൽ കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവര് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എങ്കിൽ ഇവർക്ക് മറ്റുള്ള ആണുങ്ങളെ വിളിക്കാനോ അവരുടെ കുടുംബം തകർക്കാനോ ഒന്നും ഉള്ള ഒരു സമയം ഉണ്ടാവില്ല. അവർ പോകും, അന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടും. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ അങ്ങനെയുള്ള എത്ര സ്ത്രീകളുണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ. എന്നിട്ടും ഈ യൂട്യൂബ് മീഡിയ ഉപയോഗിച്ച് മക്കളെ കാണിച്ച് സഹതാപ തരംഗം നേടുന്ന സ്ത്രീകളെ എന്തുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഇവർക്ക് വീണ്ടും അടുത്ത ഇരകൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു? ഈ പുള്ളിക്കാരത്തി തന്നെ ഈ പുള്ളിക്കാരത്തിയെ വെച്ചുകൊണ്ടിരിക്കുന്ന ആ പുള്ളിക്കാരനെ ഇവരുടെ വീട്ടിനുള്ളിൽ നിന്നാണ് പിടിച്ചത്. അതൊരു പക്ക അവിഹിതം തന്നെയാണ്. അത് കഴിഞ്ഞ് ഇവർ ഒന്നിച്ച് ജീവിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുവന്നപ്പോ ഒട്ടുമിക്ക കമന്റുകളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അയ്യോ അവര് ജീവിക്കട്ടെ എന്നുള്ള ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ ജീവിക്കുമ്പോൾ ഇപ്പുറം അയാളുടെ സംരക്ഷണം അവകാശമുള്ള 2 വ്യക്തികൾ അപ്പുറം താമസിക്കുന്നുണ്ട്, അപ്പുറം ജീവിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു ലൈവ് എനിക്ക് ആരോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതില് ഇയാള് പാവമാണ് എന്ന് പറയുന്നു. അത് ഭയങ്കര പാവമാണ്. കാരണം സ്വന്തം ഭാര്യയ്ക്ക് പോലും അയാള് സംരക്ഷണം കൊടുക്കുന്നില്ല, ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നില്ല, ഈ വിധവയ്ക്കും അവരുടെ 3 കുട്ടികൾക്കും സംരക്ഷണം കൊടുക്കുന്നില്ല. അപ്പൊ പാവമാണ്, വളരെയധികം പാവമാണ്. സ്വന്തം ഭാര്യയ്ക്ക് അസുഖം വന്നപ്പോ നോക്കാൻ കഴിയാതിരുന്ന ആള് ഇവരെ നോക്കിയില്ലേ? ആശുപത്രിയിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. ആശുപത്രിയിൽ കുന്തിയിരുന്ന് ഇവരെ നോക്കിയില്ലേ? അപ്പൊ അയാൾ പാവമാണ്. ഇയാളുടെ സ്വന്തം മകനെയും കൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് സമയവും ഇല്ല, ഇയാൾക്ക് സാധിക്കാറുമില്ല. പക്ഷെ ആ ആള് ഇവരുടെ 3 മക്കളെയും കൊണ്ട് എത്ര തവണ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. പാവമാണ്. മനസ്സിലാകുന്നില്ലേ? ഇനി ഇവരുടെ DP-യില് ആ ഒരു സ്പേസിൽ നിന്ന് അയാളെ എടുത്ത് കളഞ്ഞ സ്ഥിതിക്ക് ഇനി ശ്രദ്ധിക്കുക. അതായത് മുമ്പും ഞാൻ ഇതുപോലെ ഘോരഘോരം പ്രസംഗിച്ച സമയത്ത് ഒരു ജുമൈല എന്ന് പറയുന്ന സ്ത്രീക്ക്
തലയ്ക്കകത്ത് എന്തിരുന്നിട്ടാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവർക്ക് ശരിക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ടായിരിക്കാം ഇവര് അവരെ സമീപിക്കുന്നതും അവർക്ക് കൊണ്ടുവന്ന് സ്വന്തം ഭർത്താവിന്റെ നമ്പർ വരെ കൊടുത്ത് സ്വന്തം ജീവിതം താറുമാറാക്കി കളഞ്ഞ സ്ത്രീയാണ് ഈ ജുമൈല എന്ന് പറയുന്ന സ്ത്രീ. അപ്പോ ആ ഒരു ജുമൈല ചെയ്ത തെറ്റ് ഇനി വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ശരിക്കും ഒരു കുടുംബ ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല. കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സാമ്പത്തികമാണ്. എവിടെന്ന് എങ്ങനെ സാമ്പത്തിക ചൂഷണം നടത്താം. ഇവര് ശരിക്കും പിന്നെ സൗഹൃദം നടിച്ച് പലരുടെയും ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുകയും അവിടെ പിന്നീട് ഇവർക്ക് ഇവരുടെ ഒരു സോഷ്യൽ മീഡിയ ഇവരുടെ കൈവശമുണ്ട് എന്ന ഒരു ഭീഷണി ആ നാട്ടിലെ പോലീസുകാർക്ക് പോലും ഇവരെ ഭയമാണ്. അതായത് സോഷ്യൽ മീഡിയ വഴി ഞങ്ങളെ നാണം കെടുത്തുമോ എന്ന ഒരു ഭയം എല്ലാവരിലും ആ നാട്ടിലുള്ള എല്ലാവരിലും കണ്ടുവരുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സമയം ഞാൻ പറഞ്ഞു, ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവരെ സമീപിക്കുന്നവർ അല്ലെങ്കിൽ ഇവരുമായി ചങ്ങാത്തം കൂടാൻ ആഗ്രഹിക്കുന്നവർ, ഇവരുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ഇപ്പോഴത്തെ കാമുകൻ കളഞ്ഞിട്ട് പോയി എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറെ കാക്കമാരുടെ മനസ്സിൽ ലഡു പൊന്തിയിട്ടുണ്ട്. കാരണം ചില വീഡിയോ കോൾ പിന്നെ കുത്സിതങ്ങളൊക്കെ ഇങ്ങനെ നടന്നങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരുന്നല്ലോ ഈ പുള്ളിക്കാരന്റെ എൻട്രി ഒക്കെ. അപ്പൊ ഇനിയിപ്പോ ഈ ലഡു പൊട്ടിയ കാക്കമാരെല്ലാം കൂടി ചെന്നിട്ട് വീണ്ടും പോകുമ്പോ ഓർക്കുക, കുടുംബമുണ്ട്, മക്കളുണ്ട്, ജീവിതമുണ്ട്, അഭിമാനമുണ്ട് എന്നുള്ളതൊക്കെ മറന്നു പോകാതിരിക്കുക. പിന്നെ തൻ്റെതല്ലാത്ത കാരണം കൊണ്ട് 4 കുഞ്ഞുങ്ങൾ ഉണ്ടായ മുസ്ലിം യുവതിക്ക് വരനെ തേടുന്നു, കല്യാണാലോചനകൾ വീണ്ടും തേടുന്നു. പക്ഷെ ഒരു 6 മാസത്തെ ഗ്യാപ്പ് തരണം. ഒരു കുഞ്ഞ് വയറ്റിലുണ്ട്. ആ കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം വീണ്ടും അവർക്ക് പിന്നെ കല്യാണാലോചനകളുമായിട്ട് വരാം. കുഞ്ഞ് ഉറപ്പാണ്. കാരണം 4 കുഞ്ഞുങ്ങൾ ഉണ്ടായാലും താൻ കന്യകയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അത്രേ ഉള്ളൂ.